ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗറാണ്, സോങ് കമ്പോസർ ആണ്, ആൻഡ് മോർ ഓവർ ഒരു സ്ട്രോങ് ലേഡിയാണ്. സോ ലെറ്റ് മീ വെൽക്കം ഗൗരിലക്ഷ്മി ടു ദ ഷോ. ഹലോ. താങ്ക് യു. ഹലോ. കഷ്ടപ്പെട്ടത് വെറുതെ. ഏറ്റവും പുതിയ വിശേഷം എന്ന് വെച്ചാൽ ഒരു പാട്ട് ഇപ്പോൾ കുറച്ച് വൈറലായി, കുറേ നല്ല റിയാക്ഷൻസും കുറച്ച് നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ട്രോൾസ് പോലെയൊക്കെ വന്നിട്ട് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചോദിച്ചില്ലോ ഞങ്ങള്, പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണേ? ഇപ്പോൾ മുറിവാണ് സോങ്ങിന്റെ പേര്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെന്റെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. നല്ല മൂടല്ലേ? എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13. വേനലവധി മാസം അത് ബന്ധു വീട്ടിലൂണ്. ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്നൊരാൾ എന്റെ പിന്നിലറിയാത്ത പോൽ തൊട്ടു. അതിന്റെ പേര് കാമം. ഓം തനക തകത തനക തകതന തോം തകതനോം തനോം 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 തോം തനക തകത തനക തന തന തോം. വയലാർ എഴുതുപോലെ വോയിസിന് ഭയങ്കര പവറാണ്. നല്ല നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. ഇതിന്റെ ലിറിക്സിനെ കുറിച്ച് പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഓരോ ഗേൾസിനെ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നമുക്ക് കണക്റ്റഡ് ആയിരിക്കും. എന്തോ വല്ലതും പറഞ്ഞു കുറെ ഇൻസിഡൻസ് മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇത് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ലൈക്ക് ചിലർക്ക് ഇത് ഒരു പ്രാവശ്യത്തെ കൂടുതൽ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ മറ്റേ ഭയങ്കര കരച്ചിൽ വരണു, രണ്ടാമത് കേൾക്കാൻ പറ്റണില്ല. പേഴ്സണലി എനിക്ക് വരുന്ന മെസ്സേജസിൽ 99% ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? എന്താ മുറിവെന്ന് പേരിടാനുള്ള ഒരു റീസൺ? അത് മുറിവായതുകൊണ്ട്. ഇങ്ങനൊരു സോങ് ഉണ്ടാവാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചി ഒഫൻഡഡ് ആവില്ല. ചിലത് കുറച്ചുകൂടി ഒഫൻഡഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ പല ട്രോൾസും വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒരു കോമൺ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ ഗൗരിയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ഉണ്ട്. താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് ലൈൻസ് അവിടെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടാവും. ഭയങ്കരം തന്നെ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. Check it out, yo. Rock, rock.